ഈ വോക്കറിലാണെങ്കിലും ഞാൻ ഈ കണ്ടത്തിന്റെ ഈ വരമ്പ് എനിക്ക് എത്താവുന്ന സ്ഥലങ്ങളിൽ ഈ വരമ്പൊക്കെ ഈ വരമ്പ് ആ കാണുന്നുണ്ട്, ആ തെങ്ങ് നിൽക്കുന്ന അവിടെ മുതൽ ആ വരമ്പ് ഇതിങ്ങനെ അങ്ങോട്ട് പോയാൽ ഇവിടെ ഏതാണ്ട് ഒരു 400 മീറ്ററോളം ഉണ്ട്. അത് ഞാൻ തന്നെയാണ് അതിന്റെ വരമ്പ് ചെത്തുകയും വൃത്തിയാക്കി. അപകടത്തിൽപ്പെട്ട ഒരു കാല് നഷ്ടപ്പെട്ടു. ഒരു കാല് 2017 ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോയി വണ്ടി മറിഞ്ഞ് ഒരു അപകടം സംഭവിച്ചാണ്. ശാന്തമ്പാറയിലാണ് ഇടുക്കിയുടെ ആസ്ഥാനം. അവര് ഞങ്ങളുടെ കൃഷി രീതിയൊക്കെ കണ്ടിട്ട് എവിടെയൊക്കെ കണ്ട് കേട്ടറിഞ്ഞ് അവര് നമുക്ക് കൊണ്ടുവന്ന് തന്ന വിത്താണ് മനുരത്ന എന്നാണ് ഈ നെല്ലിന്റെ പേര്, മനുരത്ന. നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ കൊരങ്ങാട്ടി ഗ്രാമത്തിലാണ്. കൊരങ്ങാട്ടി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ കൊരങ്ങാട്ടി ഗ്രാമത്തിലെ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു നെൽകൃഷിയിടം, ഈ നെൽകൃഷിയിടം ജോണിയേട്ടൻ പരിപാലിക്കുന്നതാണ്. ഇവിടെ ഏത് കാലഘട്ടത്തിൽ എവിടേക്ക് എത്തിയത്? 1995 ഞാൻ കൊരങ്ങാട്ടിയിൽ ആദ്യമായിട്ട് എത്തുന്നത്. സ്വന്തം നാട് മേലുകാവ് ഇരുമാപ്ര എന്ന സ്ഥലത്താണ്. ഞങ്ങൾ 9 സഹോദരങ്ങളുണ്ട്, 8 ആണുങ്ങളും ഒരു പെണ്ണും. അതിൽ വീതം വെച്ച് വന്നപ്പോ എനിക്ക് നെല്ലുവയൽ കിട്ടിയില്ല. ഞങ്ങള് പിതാക്കന്മാര് ആയിട്ട് നെല്ല് കൃഷി ചെയ്ത ഇരിപ്പൂ നിലങ്ങൾ ഉണ്ടായിരുന്നതാണ്. എനിക്ക് വീതം വെച്ച് വന്നപ്പോ എനിക്ക് നെൽവയൽ കിട്ടാഞ്ഞുകൊണ്ട് നെൽവയൽ അന്വേഷിച്ച് കണ്ട് എത്തിയ സ്ഥലമാണ് കൊരങ്ങാട്ടി. കൊരങ്ങാട്ടിയിൽ ഒരു 100 ഏക്കറോളം വയലുണ്ട്. അതില് ഒരു 5 ഏക്കർ വയല് നമ്മള് വില കൊടുത്ത് വാങ്ങിച്ചു. അത് അന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ നെൽകൃഷി ഉണ്ട്. അത് ഈ നാട്ടിലെ മലബാർ എന്നൊരു നെല്ല് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇരിപ്പൂ കൃഷി നിലങ്ങൾ വളരെ കുറവായിരുന്നു. എല്ലാം ഒരുപ്പൂ കൃഷി, മുണ്ടകം കൃഷി ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ട് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ജവാൻ ഉണ്ടാക്കുന്നിടത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രദേശത്ത് തിരുവല്ല, ആ പ്രദേശത്ത് പല ഇനം അത്യുൽപാദന ശേഷിയുള്ള നെല്ലുണ്ട്. അവിടെ നിന്ന് നെല്ലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് അത്ര കണ്ട് വിജയിച്ചില്ല. ജോലി എന്നുള്ള നെല്ലാണ് കൊണ്ടത്. പിന്നെ ബസുമതി പല നെല്ല് ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ട്, പക്ഷെ വിജയിച്ചില്ല. ഈ ഇവിടെ ഉണ്ടായിരുന്നായ നെല്ലിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു വിത്ത് കൊണ്ടുവന്നു. ആ വിത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഉള്ള നെല്ലും അതും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇതേക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇത് തനിയെ ഡിസംബറിൽ കൊയ്ത്ത് കഴിയുമ്പോൾ വീണ് കിടക്കുന്ന നെല്ല് പിറ്റേ ഡിസംബറിൽ ആണ് കൊയ്യാത്തക്ക രീതിയിൽ കതിരായി വരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഏതാണ്ട് 12 മാസത്തെ മൂപ്പായിട്ട് അതിന് കണക്കാക്കാം. എന്നാൽ ഇവിടെ ആ നെല്ല് യഥാർത്ഥത്തിൽ കൃഷി ചെയ്ത് വരുമ്പം 6 അല്ലെങ്കിൽ 7 മാസം കൊണ്ട് കൃഷി ചെയ്ത് വിളവെടുക്കുന്നുമുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ നെല്ല് ഡിസംബർ മാസത്തിൽ മാത്രമേ കൊയ്യുള്ളൂ. അപ്പൊ സീസണബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അതാണോ പുളിയൻ മുണ്ടകൻ? അതിന് ഒരു കൃഷി വകുപ്പിന്റെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഇത് വേറെ ആരും കൃഷി ചെയ്യുന്നില്ല, ഇതിന് അടിമാലി നെല്ലിൽ നിന്ന് പേരിടണം, വേറെ ലോകത്ത് ആരും കൃഷി ചെയ്യുന്നില്ല, നിങ്ങൾ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടിമാലി കൃഷി ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ കൊരങ്ങാട്ടിലല്ലേ. അപ്പൊ നമ്മുടെ വീട്ടുപേരും കൂടെ ചേർത്ത് പുളിയൻ മുണ്ടകൻ എന്ന് പേര് മാറ്റിയത് അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് അതിന്റെ പേര് മാറ്റിയിരിക്കുന്നത്. എന്താ ഈ പുളിയൻ മുണ്ടകന്റെ പ്രത്യേകത? എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഡിസംബർ മാസത്തിൽ നമ്മൾ നെല്ല് കൊയ്ത് കഴിഞ്ഞ് വീണ് കിടക്കുന്ന മണി നമ്മൾ കൃഷി ചെയ്തില്ലെങ്കിൽ വെറുതെ പൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിതയ്ക്കുന്നില്ല, നടുന്നില്ല, പൂട്ടി മണ്ണ് വിട്ട് കഴിയുമ്പോൾ അടുത്ത മഴ പെയ്യുമ്പോൾ ആ നെല്ല് തനിയെ മുളച്ചു വരും. അടുത്ത ഡിസംബർ കൊയ്യാം. 1 വർഷം വേണ്ടി വരുമോ? നമ്മൾ കൃഷി ചെയ്തില്ലല്ലോ, നമ്മൾ കഴിഞ്ഞ വർഷം കൃഷി ചെയ്തതല്ലേ. കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത് നമ്മള് വേനലാകുമ്പം കൊയ്ത്ത് കഴിയുമ്പോൾ ഡിസംബറിൽ കൊയ്ത്ത് കഴിയുമ്പോൾ ജനുവരിയിൽ പൂട്ടിയിടുന്ന ജനുവരി മഴ പെയ്യുന്നില്ലല്ലോ. ഫെബ്രുവരി അല്ല മാർച്ച് ഏപ്രിൽ ഒക്കെ മഴ പെയ്യുമ്പോൾ ഇത് തന്നെ കിളുത്ത് വരും. ഇനി അഥവാ ജനുവരിയിൽ മഴ പെയ്ത് കിളുത്താലും ആ നെല്ല് അവിടെ കിളുത്ത് നിൽക്കുന്നു. കതിരാകുന്നത് അടുത്ത നവംബർ മാസം ആകുമ്പോഴേ കതിരാകുള്ളൂ. അങ്ങ് ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതായത് ഈ നെല്ലായിട്ട് നമുക്ക് കൊയ്തെടുക്കാം, അതിനു മുമ്പ് നമുക്ക് പുല്ലായിട്ട് എടുക്കാം. അതാണ് അതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇപ്പൊ ജനുവരിയിൽ നമ്മൾ അങ്ങ് വിതച്ചു, ജനുവരി നമുക്ക് വിതയ്ക്കണം. എന്താണ്, മണി വീണ് കിടന്നാൽ എല്ലാം ഒന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷികൾ കൊണ്ടുപോകും, ഉറുമ്പ് കൊണ്ടുപോകും. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ടും ഒരു പ്ലാനിങ്ങോടുകൂടി ശാസ്ത്രീയമായിട്ട് നമ്മൾ ജനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഇത് കൃഷി ചെയ്യുന്നു, വിതച്ചാൽ മതി, നടണ്ട. ജനുവരിയിൽ ഇത് അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഇത് വിതച്ചു കഴിയുമ്പോൾ ആ നെല്ല് മാർച്ച് മാസം ആകുമ്പോൾ, അല്ലെങ്കിൽ ജനുവരിയിലാണ് വിതയ്ക്കുന്നതെങ്കിൽ ഫെബ്രുവരി പകുതി ആകുമ്പോൾ നമുക്ക് ഇത് മുറിച്ച് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇത് ജനുവരി വിതച്ചു,
ഫെബ്രുവരി പകുതി, പിന്നെ ഏപ്രിൽ ആദ്യം, അങ്ങനെ സെപ്റ്റംബർ വരെ ഇത് മുറിച്ച് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാം. ഒരു 4-5 തവണ. 4-5 അത് വളർച്ചയനുസരിച്ച്. വളമൊന്നും ഇത് ചെയ്യണ്ട, ഒരു വളവും ചെയ്യാതെ ഇത് നെല്ല് വളർന്നു വന്നോളും. വെള്ളം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ വിശാലമായ ഒരു പാടശേഖരമാണത്. പക്ഷെ ഇപ്പൊ അങ്ങ് മാത്രം ഇവിടെ കൃഷി ചെയ്യുന്നുള്ളൂ. ഇത് എത്ര ഏരിയ ഉണ്ട് ഈ പാടശേഖരം? ഈ പാടശേഖരം മൊത്തം കൊരങ്ങാട്ടി പാടശേഖരം എന്ന് പറയുന്നത് തന്നെ പല ആൾക്കാരും അതിനെ ഇടുക്കിയുടെ നെല്ലറ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് പണ്ട് കാലങ്ങളിൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് 100 ഏക്കർ വയല് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഇത് ജനങ്ങള് അനേകര് ഉദ്യോഗസ്ഥരായിട്ട് പോയി. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കണ്ടത്തിൽ ചെളിക്കകത്ത് ഇറങ്ങാൻ മടി. എന്നാൽ ആധുനിക രീതിയിലുള്ള കൃഷിയന്ത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് അത്ര താല്പര്യമില്ല. പിന്നെ റേഷനൊക്കെ കിട്ടുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. തോട്ടങ്ങളിൽ ഏലത്തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഏലത്തിലും പണിയും മറ്റും കാര്യങ്ങളുണ്ട്. വയലിലേക്ക് ഇറങ്ങണ്ട, ചെളിയൊക്കെ അല്ലേ. അതുകൊണ്ട് എന്നുള്ള കണക്കൂട്ടിലായിരിക്കും. പക്ഷെ എൻ്റെ മക്കള് ഇത് കൃഷി കളയാതെ, എൻ്റെ കൂട്ടത്തിലുള്ള ഇളയ മകനാണ്, MA കാരനാണ്. MAക്ക് നല്ല മാർക്ക് മേടിച്ച് പാസ്സായ ആളാണ്. അവൻ ഇത് തനിയെ കൃഷി ചെയ്യും. പഠിക്കാരില്ലെങ്കിൽ തന്നെയും അവൻ തന്നെയാണ് കണ്ടത്തിൽ ഇറങ്ങി അതിന്റെ വരമ്പ് വെക്കുകയും കൃഷി ചെയ്യുന്നു, വിതയ്ക്കുകയാണ്. അങ്ങനെ കൃഷി ചെയ്തു പോരുന്നു. അങ്ങും ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ടല്ലേ? ഞാനും ഈ കൂട്ടത്തിൽ കൃഷി ഇപ്പൊ എനിക്ക് ഈ വാക്കറിലാണെങ്കിലും ഞാൻ ഈ കണ്ടത്തിന്റെ ഈ വരമ്പ്, എനിക്ക് എത്താവുന്ന സ്ഥലങ്ങളിൽ ഈ വരമ്പ് ആ കാണുന്നുണ്ട്, ആ തെങ്ങി നിൽക്കുന്ന അവിടെ മുതൽ ആ വരമ്പ് ഇതിങ്ങനെ അങ്ങോട്ട് പോയാൽ ഇവിടെ ഏതാണ്ട് ഒരു 400 മീറ്ററോളം ഉണ്ട്. അത് ഞാൻ തന്നെയാണ് അതിന്റെ വരമ്പ് ചെത്തുകയും വൃത്തിയാക്കി. അപകടത്തിൽപ്പെട്ട ഒരു കാല് നഷ്ടപ്പെട്ടു. ഒരു കാല് 2017 ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോയി വണ്ടിയെ മറിഞ്ഞ് ഒരു അപകടം സംഭവിച്ചാണ്. ചെറിയ ഡോക്ടർമാരുടെ അനാസ്ഥയെന്ന് പറയാം. അനാസ്ഥ കൊണ്ടാണ് എന്റെ കാല് മുറിച്ച് കളയേണ്ടി വന്നത്. അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് കാല് മുറിച്ച് കളയേണ്ടി വന്നു. അതുകൊണ്ട് എനിക്കിപ്പോ നിലവിൽ അല്ലെങ്കിൽ എനിക്ക് വളരെയേറെ കൃഷി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിളയാറായി നിൽക്കുന്ന നെല്ല് ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു നെല്ലാണ്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. കൃഷി വിജ്ഞാന കേന്ദ്രം KVK, ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. അതിൽ ഇടുക്കിയിൽ ശാന്തമ്പാറയിലാണ് ഇടുക്കിയുടെ ആസ്ഥാനം. അവര് ഞങ്ങളുടെ കൃഷി രീതിയൊക്കെ കണ്ടിട്ട് എവിടെയൊക്കെ കണ്ട് കേട്ടറിഞ്ഞ് അവര് നമുക്ക് കൊണ്ടുവന്ന് തന്ന വിത്താണ് മനുരത്ന എന്നാണ് ഈ നെല്ലിന്റെ പേര്. മനുരത്ന. ഈ നെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 100 ദിവസം കൊണ്ട് വിതച്ചാൽ 100 ദിവസം കൊണ്ട് കൊയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 3 മാസക്കാലം 3.5 മാസം കൊണ്ട് അതായത് നമ്മള് ഡിസംബർ മാസത്തിലൊക്കെ ആണെങ്കിൽ നേരത്തെ, കാരണം അന്തരീക്ഷം ഈർപ്പം രഹിതമായിട്ടുള്ള അന്തരീക്ഷമാണെങ്കിൽ കൃത്യം 100 ദിവസം കൊണ്ട് കൊയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 100-105 അടുത്ത ആഴ്ചയിൽ ഇത് നെല്ല് കൊയ്യാൻ പറ്റും. അത് മഴ ആയതുകൊണ്ടാണ്. അന്തരീക്ഷത്തിൽ ഈർപ്പം. പുളിയമുണ്ടകൻ ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? പുളിയമുണ്ടകൻ ഇത് കൊയ്ത് കഴിയുമ്പോൾ നമുക്ക് ജൂലൈ മാസം ആദ്യം, ഇതിപ്പോ ഈ മാസം ഒടുവിലാകുമ്പോൾ ഇത് കൊയ്തെടുക്കും. കൊയ്ത് കഴിഞ്ഞാൽ ഉടനെ പുളിയമുണ്ടകന്റെ കൃഷി തുടങ്ങും. ജൂലൈയിൽ അത് കൃഷി ഇറക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ ജൂലൈയിൽ അതിന്റെ കൃഷി ഇറക്കും. ഇത് മനുരത്ന അല്ലേ? ഇത് മനുരത്ന. ഇത് ഒത്തിരി പ്രത്യേകത ഉണ്ട്. ഈ വിത്ത് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് KVK വികസിപ്പിച്ചെടുത്ത, കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത വിത്താണെന്നാണ് അവർ പറഞ്ഞത്. അന്ന് ഇന്ത്യയിലെ കർഷകരിൽ ഈ കൃഷി ഇറക്കിയത് ഞങ്ങൾ രണ്ടാമത്തെ എന്നാണ് അവര് പറഞ്ഞത്. ഇപ്പൊ മറ്റൊരിടത്തും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു അയൽവക്കംകാര് ഒരു കർഷക ഉണ്ട്. അവർക്ക് ഈ വിത്ത് കൊടുത്ത് അവർ കൃഷി ചെയ്തിട്ടുണ്ട്. അവർ ഈ ആഴ്ചയിൽ ഒടുവിൽ അടുത്ത ആഴ്ച അവർക്കും കൊയ്യാൻ പറ്റും. നല്ല നമുക്ക് ഈ വിത്ത് എടുത്ത് വെക്കും അല്ലേ? ഈ വിത്ത് നിലവിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അഥവാ പോയെങ്കിൽ, അങ്ങനെ വിത്ത് ഒരിക്കലും നമ്മൾ 10 കിലോ വിത്ത് ഉണ്ടെങ്കിൽ 5 കിലോ നമ്മൾ ഉപയോഗിക്കുക. കാരണം ഏതെങ്കിലും കാരണവശാൽ വിത്ത് ആ കൃഷി നമുക്ക് ഇവിടെയൊക്കെ അല്ലേ പന്നി കളയുവോ കാലാവസ്ഥ മോശമായി പോവുകയൊക്കെ ചെയ്താൽ നമുക്ക് ബാക്കി 5 കിലോ വിത്ത് അടുത്ത കൃഷി ഇറക്കാനായിട്ട്. അതുകൊണ്ട് വിത്ത് ഇത് ഇത്രയും എന്റെ കണ്ടത്തിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് എടുത്ത് സൂക്ഷിച്ചിട്ടുമുണ്ട്. അതിപ്പം ഇനി അടുത്ത കൃഷി എന്ന് പറയുന്നത് അത് കൃഷിയും ഈ പുളിയമുണ്ടകൻ കൃഷി ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ കൃഷി ചെയ്യണം. കാരണം പുളിയമുണ്ടകന് അല്ലെ മറ്റ് നെല്ലിന് 10 കിലോ ഉണങ്ങിയ നെല്ല് കുത്തിയാൽ 5 കിലോ 6 കിലോ ഒക്കെ കിട്ടുകയുള്ളെങ്കിൽ ഈ നെല്ല് 7 കിലോ കിട്ടും. അത് അപ്പൊ അതിന് ഉമ്മിയും തവിടുമായിട്ട് 3 കിലോയെ പോവുള്ളൂ. അപ്പൊ ചോറും ഭയങ്കര ടേസ്റ്റാണ്. എന്റെ അനുഭവത്തിൽ ഞാൻ അനേക ഇനം നെല്ലുകളുടെ അരി കഞ്ഞി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലതൊക്കെ മലച്ചു പോകും, ചോറിന് ഭംഗിയില്ലാതെ വരും. ഇത് നമ്മൾ ഈ ചൈനക്കാരും കൊണ്ടുവന്ന് തരുന്ന അരി പോലെ
അല്ല, ഇത് അല്ലാതെ തന്നെ നല്ല വടിയരിയ. നമ്മൾ സാധാരണ രീതി നമ്മുടെ നാച്ചുറൽ നെല്ല് പുഴുങ്ങിയെടുക്കുന്ന വിധമൊക്കെ ഞാൻ കാണിക്കാം. നെല്ല് പുഴുങ്ങി നമ്മൾ തന്നെ ഉണക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് കുത്തിക്കുന്നു. യാതൊരു പെയിന്റും ഇല്ല. എന്നാൽ ഭയങ്കര രുചിയാ. എന്റെ അനുഭവത്തിൽ ഏറ്റവും നല്ല. എന്തായാലും വീണ്ടും അനിരുദ്ധയുടെ കൊയ്ത്തുകാലത്ത് ഇവിടെ വരും, കൊരങ്ങാട്ടിയിൽ വരും. ഇപ്പൊ കൊരങ്ങാട്ടി പാടശേഖരത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഇവിടെ വന്ന 1995 കാലം തൊട്ട് തന്നെ ഈ കൃഷിയിടം കണ്ണുപോലെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ശാരീരികമായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഈ പാടവരമ്പ് വെക്കാനും കൃഷി ചെയ്യാനും ഒക്കെ വലിയൊരു ഉത്സാഹം കാണിച്ച്. ഒപ്പമുള്ള മകന്റെ പേരെന്താ? എന്റെ ഇളയ മകൻ, എനിക്ക് 4 മക്കളാണ്. ഇളയ മകന്റെ പേര് ജോൺ ബൈനോ. 5 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ടിരുന്നിട്ടുണ്ട്. മൂത്തയാള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. രണ്ടാമത്തെ ആള് MSc B.Ed കാരിയാണ്. മൂന്നാമത്തെ ആളാണ് ബൈനോ. ഇളയാള് BSc B.Ed ആണ്. ശരി, മക്കളെല്ലാം നന്നായിട്ട് പഠിപ്പിക്കുന്നല്ലേ? അപ്പൊ ബൈനോ മാത്രം ഇപ്പോൾ കൃഷി രംഗത്ത് അച്ഛനോടൊപ്പം ഉണ്ട്. അതെ, എന്തായാലും ഒരുപാട് സന്തോഷം.